മെഡിക്കൽ പഠനത്തിന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് കൈറോ യൂണിവേഴ്സിറ്റി. കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനും എടുക്കാതിരിക്കാനുള്ള 10 കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അഡ്മിഷൻ എടുക്കാനുള്ള 5 കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഹൈ റാങ്കിങ്. കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വേൾഡ് റാങ്കിങ് വരുന്നത് 350 ആണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിൽ ആ റാങ്കിങ്ങിൽ വരുന്ന 1-2 യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ക്ലിനിക്കൽ എക്സ്പോഷർ. കൈറോ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രധാനപ്പെട്ട 11 ഹോസ്പിറ്റലുകളിലായിട്ട് ഏകദേശം 5200ഓളം ബെഡ് വരുന്നുണ്ട്. അഥവാ 10,000 പേഷ്യൻസ് ആണ് ഒരു ദിവസം കൈറോ യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലുകളിൽ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പോഷർ നിങ്ങൾക്ക് വേറെ ഒരു രാജ്യത്തും കിട്ടില്ല എന്ന് തന്നെ പറയാം. മൂന്നാമത്തെ ഒരു പോയിന്റ്, ലാർജ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നും അറബ് കൺട്രികളിൽ നിന്നും മിഡിൽ ഈസ്റ്റ് നിന്ന് അതുപോലെ മലേഷ്യ, ഇന്ത്യ, ബംഗ്ലാദേശ് ഇങ്ങനെ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. നാലാമത്തെ പോയിന്റ്, ക്യാപിറ്റൽ സിറ്റി എക്സ്പോഷർ. ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട കൾച്ചറൽ ഇവന്റ്സ് നടക്കുക, പ്രധാനപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. അതുപോലെ തന്നെ ഈജിപ്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കൈറോ സിറ്റിയിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ സിറ്റിയുടെ ഒരു എക്സ്പോഷർ കൂടി നമുക്ക് ഇവിടെ പഠിക്കുകയാണെങ്കിൽ കിട്ടും. അഞ്ചാമതായിട്ട്, അറബിക് ലാംഗ്വേജിന്റെ അഡ്വാൻറ്റേജ്. കാരണം നമുക്ക് അവിടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അറബി ഇല്ല എങ്കിൽ കൂടി ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് സ്വാഭാവികമായിട്ടും അറബികളായിരിക്കും. സോ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് കൂടുതലും സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. സോ ഈ ഭാഷ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യാനും അങ്ങനെ ജീവിതത്തിൽ നമുക്ക് കരിയറിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ ഏത് രാജ്യത്ത് പോകുകയാണെങ്കിലും നമ്മൾ ക്ലിനിക്കൽസിന് വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ട് വരും. അത് അറബി കൂടിയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് തൊഴിൽ സാധ്യത തരുന്ന ഒരു കാര്യമായിട്ട് മാറും. ഇനി കൈറോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഒന്ന്, ടഫ് അക്കാഡമിക് സിസ്റ്റം ആണ്. ഒരു ആവറേജ് സ്റ്റുഡന്റിന് പാസ്സാവാൻ പറ്റുന്ന സിലബസ് അല്ല കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. നിങ്ങളൊരു നല്ല സ്റ്റുഡന്റ് ആണെങ്കിൽ, പഠനത്തിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ മാത്രം ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ 75% വരുന്നത്. പക്ഷെ നിങ്ങൾ അന്നാന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ കൈറോ യൂണിവേഴ്സിറ്റി എടുക്കാവൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് അവിടെ ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഒന്നും അല്ല കിട്ടാൻ പോകുന്നത്. കാര്യം ഈ കൈറോ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുംബൈ ഒക്കെ പോലെ തിരക്ക് പിടിച്ച ഒരു സിറ്റിയാണ്. 2 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയാണ് കൈറോ. അതുകൊണ്ട് നമുക്ക് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് എൻവയോൺമെന്റ് അല്ല യൂണിവേഴ്സിറ്റിയുടെ പുറം ഭാഗത്തൊക്കെ ഉള്ളത്. സോ നിങ്ങൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നോക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജീവിച്ച കുട്ടികൾക്ക് അതുപോലത്തെ ആംബിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ, ഈജിപ്ത് അതുപോലെ സ്ഥലമല്ല. നമ്മുടെ ഇന്ത്യ എങ്ങനെയാണോ, ഇന്ത്യയിലെ ഒരു പഠനങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കൈറോ സിറ്റി. ആ സിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നല്ല ഭാഗങ്ങളുണ്ടാവും, മോശം ഭാഗങ്ങളുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സിറ്റി മാത്രമുള്ള സ്ഥലമാണ് നോക്കുകയാണെങ്കിൽ കൈറോ നിങ്ങൾക്ക് നല്ല ഓപ്ഷൻ അല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നോക്കുന്ന ഒരാളാണെങ്കിൽ കൈറോ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആപ്റ്റ് അല്ല. കാര്യം കൈറോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ അലോട്ട്മെന്റ് കിട്ടുന്നത് പ്രയാസകരമായതുകൊണ്ട് കുട്ടികളെല്ലാം ഒരു 100% കുട്ടികളും മലയാളി കുട്ടികളും ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ പുറത്ത് അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാനും വേണ്ടി പറ്റും. നാലാമതായിട്ട് വരുന്നത്, ഇവിടെ ഒരിക്കലും സ്പൂൺ ഫീഡിംഗ് അല്ല. ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്നുള്ളത് പോലും അവർ അറ്റൻഡൻസ് എടുത്തോളണമെന്നില്ല. അപ്പൊ സ്വന്തമായിട്ട് പഠിക്കാൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ പോകാവൂ. സ്പൂൺ ഫീഡിംഗ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കില്ല. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബ്യൂറോക്രാറ്റിക് പ്രോസസ് ഭയങ്കര കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പേപ്പർ വർക്കാണ്. നമ്മുടെ അത്ര കമ്പ്യൂട്ടറൈസ്ഡ് അല്ല, എല്ലാം നീങ്ങുന്നത് പേപ്പർ വർക്കിലാണ്. അപ്പൊ അതുകൊണ്ട് പേപ്പർ വർക്ക് നീങ്ങി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ നല്ലൊരു ഏജൻസി വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പേപ്പർ വർക്കിന്റെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഉണ്ടാവും. കാര്യം ഈ കൈറോ യൂണിവേഴ്സിറ്റിന്റെ അകത്തുള്ള എല്ലാ പ്രൊസീജിയറും പേപ്പർ വർക്കായിട്ട് റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് നല്ലൊരു ഏജൻസി നിങ്ങൾക്ക് വേണ്ടി വരും. സോ അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഡ്യൂകോളിംഗ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂകോളിംഗ് പോലത്തെ നല്ല സ്റ്റുഡൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയെ ചൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ സീറ്റ് വളരെ ലിമിറ്റഡ് ആണ്. എന്തായാലും ഇതാണ് കൈറോ യൂണിവേഴ്സിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള പ്ലസ് ആൻഡ് നെഗറ്റീവ് പോയിന്റ്സ്.